ഛത്തീസ്ഗഡിൽ വന്ധ്യംകരണ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ സ്ത്രീകൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഡോക്ടർ അറസ്റ്റിൽ. ഡോക്ടർ ആർ.കെ. ഗുപ്തയാണ് അറസ്റ്റിലായത്. അതേസമയം ശസ്ത്രക്രിയയിലെ പിഴവല്ല, ശസ്ത്രക്രിയയ്ക്ക് ശേഷം നൽകിയ മരുന്നാണ് മരണകാരണമെന്നാണ് ഡോക്ടർ വെളിപ്പെടുത്തിയത്. ശസ്ത്രക്രിയകൾ പൂർത്തിയാക്കുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നും ഡോക്ടർ പറഞ്ഞു. കുടുംബാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി വന്ധ്യംകരണത്തിന് വിധേയരായ സ്ത്രീകളിൽ 13 പേരാണ് ബിലാസ്പൂരിൽ മാത്രം മരിച്ചത്. ഈ സാഹചര്യത്തിലാണ് സർക്കാരിനെ പഴിച്ച് ഡോക്ടറും ഡോക്ടർമാരുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി സർക്കാരും രംഗത്തെത്തിയത്. ശസ്ത്രക്രിയയിൽ പിഴവുണ്ടായിട്ടില്ലെന്നും ശേഷം നൽകിയ മരുന്നാണ് മരണകാരണമെന്നും അറസ്റ്റിലായ ഡോക്ടർ ആർ.കെ. ഗുപ്ത വിശദീകരിച്ചു. ശസ്ത്രക്രിയയുടെ എണ്ണം തികയ്ക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സമ്മർദ്ദമുണ്ടായെന്നും ഡോക്ടർ വെളിപ്പെടുത്തി. ബിലാസ്പൂരിലെ നേമി ചാന്ദ് ജെയിൻ ആശുപത്രിയിൽ 5 മണിക്കൂറിനുള്ളിൽ 83 സ്ത്രീകളെയാണ് ശനിയാഴ്ച ഡോക്ടർ ഗുപ്ത ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കിയത്. ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിച്ച 6 മരുന്നുകൾ ഫുഡ് ആൻഡ് ഡ്രഗ് കൺട്രോൾ വിഭാഗം നിരോധിച്ചു. ചില മരുന്നുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് കൊൽക്കത്തയിലെ സെൻട്രൽ ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിച്ചത് തുരുമ്പെടുത്ത ഉപകരണങ്ങളാണെന്നും പരാതിയുണ്ട്. ഒരു ദിവസം ഒരു ഡോക്ടർ 10 ശസ്ത്രക്രിയയെ നടത്താവൂ എന്ന ചട്ടം ലംഘിച്ചാണ് ഛത്തീസ്ഗഡിൽ ഇത്രയധികം ശസ്ത്രക്രിയകൾ നടന്നത്. അതേസമയം ഇന്ന് ഗോറിലയിൽ ഒരു സ്ത്രീയുടെ മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. 4 പേർ ഗുരുതരാവസ്ഥയിലാണ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.